ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫൺ ക്വസ്റ്റ്. റെയിൻ ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചെയ്ത 1-2 ക്രാഫ്റ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുതേ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ക്ലൗഡിന്റെ ഒരു കട്ടൗട്ടും ഒരു റെയിൻ തീംഡ് ചാർട്ടും ആണ് ചെയ്തിട്ടുള്ള 2 ക്രാഫ്റ്റ്സ്. ഫസ്റ്റ് നമുക്ക് റെയിൻ തീംഡ് ചാർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലൈറ്റ് ബ്ലൂ കളറിലുള്ള ഒരു ചാർട്ട് പേപ്പർ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത് ചെറിയൊരു പുൽച്ചെടികളുടെ ഒരു കട്ടിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറിലുള്ള കളർ പേപ്പർ എടുത്തിട്ട് പുൽച്ചെടികളുടെ ഒരു ഷേപ്പ് അതിനകത്ത് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ കട്ടിങ്ങിലേക്ക് ഗമ്മ് തേച്ച് നമുക്ക് ചാർട്ടിലേക്ക് ഫിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഫെവി ഗം യൂസ് ചെയ്താണ് ഒട്ടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് അങ്ങനെ ഒട്ടിച്ചപ്പോഴത്തേക്ക് പേപ്പർ ആയതുകൊണ്ട് ചെറിയ ചെറിയ ബബിൾസ് പോലെ വരാൻ തുടങ്ങി. അപ്പോൾ അത് മാറ്റി ഫെവി സ്റ്റിക്കാണ് പേപ്പറിൽ ഒട്ടിക്കാൻ നല്ലത്. അങ്ങനെ ആദ്യത്തെ ഗം ഒഴിവാക്കി പിന്നെ സ്റ്റിക്ക് യൂസ് ചെയ്താണ് ബാക്കിയെല്ലാം ഒട്ടിച്ചിരിക്കുന്നത്. സ്കൂളിൽ നിന്ന് ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനാണ് പാരൻസിനോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞാൻ കുട്ടികളെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ അവരെ കൊണ്ട് ചെയ്യിച്ചത്. ബാക്കിയെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തത്. ക്ലൗഡ്സിനൊക്കെ പഞ്ഞി ഒട്ടിക്കാനുള്ളത്, പിന്നെ കുറച്ച് കളർ ചെയ്യാനുള്ളത്, പിന്നെ കുറച്ച് ഗമ്മ് തേച്ചിട്ട് ചാർട്ടിന്റെ പല ഭാഗത്ത് ഫിക്സ് ചെയ്യാനുള്ള ഗമ്മൊക്കെ തേച്ച് തന്നത്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. ചാർട്ടിന്റെ ഏറ്റവും താഴത്തെ പോർഷനിൽ ഫുള്ളായിട്ട് ഇതേപോലെ പുൽച്ചെടികൾ നിൽക്കുന്ന പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 കളർ പേപ്പേഴ്സ് ഈ ചെടികളുടെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് 3 അവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഗ്രീനിന്റെ തന്നെ 2 ഷെയ്ഡ്സ് ആണ് ഒട്ടിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് മഷ്റൂംസ് ആണ് സെറ്റ് ചെയ്യുന്നത്. ഈ ഗ്രീൻ പുൽച്ചെടികളുടെ ഇടയിലേക്ക് 3 ഡിഫറെന്റ് കളറിലുള്ള മഷ്റൂംസ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് കളർഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ട് 3 ഡിഫറെന്റ് കളറിലാക്കിയതാണ്. ഇതൊരു ചാർട്ട് പേപ്പറിൽ മഷ്റൂംസ് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്ത് അതിനകത്ത് പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ 3 പ്ലേസിലായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് റെയിൻബോ ആണ് ചെയ്യുന്നത്. അതും ചാർട്ട് പേപ്പറിൽ റെയിൻബോന്റെ ഷേപ്പ് വരച്ചെടുത്ത് ആക്രിലിക് പെയിന്റ് യൂസ് ചെയ്ത് കളർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ബ്ലൂ കളർ ചാർട്ടിന്റെ ഒരു കോർണറിലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ മഴയത്ത് കളിക്കുന്ന കുറച്ച് കുട്ടികളെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും ചാർട്ട് പേപ്പറിൽ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൽ ഒരു കുട്ടി റെയിൻ കോട്ട് ഇട്ടിട്ടുള്ളതും 2 കുട്ടികൾ കുട പിടിച്ച് നിൽക്കുന്നതായിട്ടും ഒരു കുട്ടി മഴയത്ത് നനഞ്ഞു നിൽക്കുന്നതുമായിട്ടും അങ്ങനെ 4 കുട്ടികളെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ക്ലൗഡ്സ് ആണ് സെറ്റ് ചെയ്യുന്നത്. അതൊരു കാർഡ്ബോർഡിൽ ക്ലൗഡ്സിന്റെ ഷേപ്പ് വരച്ചെടുത്തിട്ട് അതിൽ ഗമ്മ് തേച്ച് കോട്ടൺ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ക്ലൗഡ്സ് ആയിട്ടാണ് സെറ്റ് ചെയ്തത്. 2 സൈസിലുള്ള 2 ക്ലൗഡ്സ് ആണ് ചെയ്തത്. ഒരെണ്ണം ചാർട്ട് പേപ്പറിന്റെ റൈറ്റ് കോർണറിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ഒരെണ്ണം റെയിൻബോനോട് ചേർന്നിട്ടും ഒരു ക്ലൗഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തത് 2 തവളകളെയാണ് സെറ്റ് ചെയ്യുന്നത്. അത് ഗ്രീൻ കളറിലുള്ള കളർ പേപ്പറിൽ തവളനെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു ബ്ലാക്ക് കളർ സ്കെച്ച് പെൻ വെച്ചിട്ട് അതിന്റെ കൈയും കാലും ഒക്കെ ഒന്ന് വരച്ചെടുത്ത് പിന്നെ അതിന്റെ കണ്ണില് ആക്രിലിക് വൈറ്റ് കളർ പെയിന്റ് വെച്ച് വരച്ച് അതിലേക്ക് ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് വരച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ചാർട്ട് പേപ്പറിലേക്ക് ഒട്ടിക്കുന്നത് ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ്. തവള ഒന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ജമ്പ് ചെയ്യുന്ന ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഡബിൾ ടാപ്പ് വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മൾ കൊടയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് കളേഴ്സിലുള്ള കളർ പേപ്പറിൽ ഈ കൊടേന്റെ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. കൊടയുടെ കാലിന് വേണ്ടിയിട്ട് ചെയ്തത് ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ്. കുട്ടികളുടെ കയ്യിൽ ഇത് രണ്ടും ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അടുത്തതായിട്ട് റെയിൻ ഡ്രോപ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി ബ്ലൂ കളറിലുള്ള പേപ്പറിൽ റെയിൻ ഡ്രോപ്സ് വരച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ഈ ചാർട്ടിൽ മൊത്തം നമ്മൾ റെയിൻ ഡ്രോപ്സ് ഒട്ടിക്കണം. ഇപ്പൊ ചാർട്ടിലെല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഫൈനലി റെയിൻബോന്റെ ഒരു കോർണറിൽ കാണുന്ന ആ ചാർട്ടിന്റെ പോർഷനും ക്ലൗഡിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ചാർട്ടിന്റെ പോർഷനും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ക്ലൗഡും റെയിനും കൂടെ ഉള്ള ഒരു കട്ടൗട്ട് ആണ് രണ്ടാമത് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ്. അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. കുറച്ച് വലുപ്പമുള്ള ഒരു കാർഡ്ബോർഡിനകത്ത് ക്ലൗഡിന്റെ ഒരു ഷേപ്പ് വരച്ചെടുക്കാം ആദ്യം. എന്നിട്ട് ആ ഷേപ്പിൽ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ക്ലൗഡിന്റെ ഷേപ്പ് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുഴുവനായിട്ട് നമുക്ക് ഗമ്മ് തേച്ചു കൊടുക്കാം. ഗമ്മ് എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത ശേഷം പഞ്ഞി നമുക്ക് ഈ പശയിലേക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഒരു ബ്ലൂ കളർ പേപ്പറിനകത്ത് ഇതുപോലെ റെയിൻ ഡ്രോപ്സ് വരച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. പഞ്ഞി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ക്ലൗഡിന്റെ ബാക്കിലേക്ക് നമുക്ക് കുറച്ച് വൂളൻ ത്രെഡ്സ് ആണ് അടുത്തതായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതും പല ലെങ്ത്തിലുള്ളതാണ്. വൂളൻ ത്രെഡിന് പകരം സാധാ സ്റ്റിച്ചിങ് നൂലായാലും മതി. അടുത്തതായി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റെയിൻ ഡ്രോപ്സ് ഈ വൂളൻ ത്രെഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. 2 റെയിൻ ഡ്രോപ്സ് എടുത്തിട്ട് ഈ ത്രെഡിന്റെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഒട്ടിച്ചാണ് നമ്മൾ ഒരു റെയിൻ ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ ത്രെഡിൽ മുഴുവനായിട്ടും ഗ്യാപ്പിട്ട് റെയിൻ ഡ്രോപ്സ് ഒട്ടിച്ചു കൊടുക്കാം.
ക്ലൗഡും റെയിൻ ഡ്രോപ്പും കൂടെയുള്ള ഒരു കട്ടൗട്ട് റെഡി ആയി കഴിഞ്ഞു. സ്കൂളിൽ അവരുടെ റെയിൻ ഡേ സെലിബ്രേഷൻ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. Pitter patter, drip and drop, tiny raindrops flip plop plop. Jump to the left, jump to the right, dance like raindrops, feel so light. Hop hop, drip drop, spin around and never stop. Hands up high, then wiggle low. Raindrops falling, go go go. Tippy toe and splash splash splash, jump in puddles, dash dash dash. Swirl like the wind, twirl like a top, spin like raindrops, flip flop flop. Hop hop, drip drop, spin around and never stop. Hands up high, then wiggle low. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.